നമസ്കാരം. 2011 ജൂലൈ 10 രാവിലെ ഒരു 10:30 മണിയാവും. ആ സമയത്താണ് വർക്കല പോലീസ് സ്റ്റേഷനിലേക്ക് ഷംസനത്ത് ബായി കടന്നു വരുന്നത്. അവരുടെ ഭർത്താവിനെ തലേദിവസം രാവിലെ മുതൽ കാണാനില്ല എന്നതാണ് അവരുടെ പരാതിയുടെ ബേസ് എന്ന് പറയുന്നത്. അവരുടെ ഭർത്താവ് സലീം ഗൾഫിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അവിടെ ആളുകൾക്ക് പണം കടം കൊടുക്കുന്ന ഒരു ബിസിനസ്സും സലീമിനുണ്ട്. ആ പണം കടം കൊടുക്കൽ പരിപാടിയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് സൗദി നടക്കുമ്പോഴാണ് അദ്ദേഹം ഇവിടെ നാട്ടിലേക്ക് വന്നത്. 9/7/2011 അതായത് തലേദിവസം രാവിലെ 9:30 മണിക്ക് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു. നേരെ പോയത് അദ്ദേഹത്തിന്റെ പെയിന്റ് വർക്ക്ഷോപ്പിലേക്കാണ്. അവിടെ അദ്ദേഹം ഏകദേശം 9:45 10 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ നീല നിറത്തുള്ള വാഗണർ കാറിൽ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തിയതിനു ശേഷം 10:30 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. 10:30 അവിടെ നിന്ന് ഇറങ്ങിയ സലീമിനെ ഷംസനത്ത് ബായി വിളിക്കുന്നത് ഏകദേശം ഉച്ചയോട് അടുപ്പിച്ചാണ്. ആ സമയത്ത് സലീമിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ഫോണ് ചിലപ്പോൾ ചാർജ് തീർന്നിട്ട് ഓഫായി പോയതാകും എന്ന് കരുതി കുറെ കഴിഞ്ഞിട്ട് വീണ്ടും ഷംസനത്ത് വിളിച്ചാൽ കിട്ടിയില്ല. സൗദിയിൽ വർക്ക് ചെയ്യുന്ന കേരളത്തിനകത്തുള്ള ആളുകൾക്കാണ് സലീം പണം കടം കൊടുക്കാറുള്ളത്. അങ്ങനെ പണം കടം കൊടുത്തിരിക്കുന്ന ആളുകളെ ആരെങ്കിലും കാണാനായി സലീം പോയിട്ടുണ്ടാകുമെന്ന് കരുതി പിന്നീട് ഷംസനത്ത് സലീമിനെ പകല് വിളിച്ചതേയില്ല. വൈകുന്നേരമായിട്ടും സലീം മടങ്ങി വരാതായപ്പോഴാണ് വീണ്ടും സലീമിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അന്ന് വൈകുന്നേരവും രാത്രിയുമായി സലീമുമായി ബന്ധമുള്ള എല്ലാ വീടുകളിലും പരിചയക്കാരിലും ഒരു അന്വേഷണം ഷംസനത്ത് നടത്തിയിരുന്നു. ഷംസനത്ത് സലീമിന്റെ സഹോദരനോട് കാര്യം പറഞ്ഞു. അയാൾ തിരക്കിയിരുന്നു. ഒരുപാട് അന്വേഷണം നടത്തിയിട്ടും ഒരു തരത്തിലുമുള്ള ഇൻഫർമേഷൻ കിട്ടാതെ വന്നതുകൊണ്ടാണ് അവര് അതിരാവിലെ പരാതിയുമായി വർക്കല പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ശരിക്കും വർക്കല പോലീസ് സ്റ്റേഷൻ ആണെന്ന് പറയുമ്പോഴും അത് അയിരൂർ പോലീസ് സ്റ്റേഷനാണ്. അയിരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആ വിവരം സീരിയസ് ആയിട്ട് തന്നെ എടുത്തു. അവര് സലീമിന്റെ ഫോൺ നമ്പർ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. സലീമിന്റെ ഫോൺ നമ്പർ അവസാനം വിസിബിൾ ആയിരിക്കുന്നത് പുകയിലത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആറ്റിങ്ങിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് വരുന്ന വഴിക്ക് കൊരാണിൽ നിന്ന് വലതു ഭാഗത്തേക്ക് ചിറയൻകീഴ് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡിലാണ് ഈ പുകയിലത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലം. പുകയിലത്തോപ്പ് എന്ന സ്ഥലത്ത് വെച്ചാണ് സലീമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. ആ വിവരം അറിഞ്ഞ പോലീസ് സംഘം അതിവേഗം അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അവരങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നീല നിറത്തുള്ള ഒരു വാഗൺ ആർ കാറ് കല്ലമ്പലത്തിനും ആറ്റിങ്ങലിനും ഇടയിൽ ചാത്തമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പാറക്കുളം LP സ്കൂളിന്റെ കോമ്പൗണ്ടിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരിക്കുന്നതായി ആരോ റിപ്പോർട്ട് ചെയ്യുന്നത്. കല്ലമ്പലം പോലീസിലാണ് ആ വിവരം അറിഞ്ഞത്. അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആ വാഹനത്തിന്റെ അടുത്തെത്തി ആ വാഹനം പരിശോധിച്ചു. അത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. LP സ്കൂളിൽ ചേർന്ന് ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ആരുടേതാണെന്ന് തിരക്കുമല്ലോ. തലേ ദിവസം രാവിലെ മുതൽ ആ വാഹനം അവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു ദിവസം പൂർത്തിയായിട്ടും ആ വാഹനം അവിടെ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകാതെ വന്നപ്പോഴാണ് ആ സ്കൂളിലെ അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളും ഒക്കെ ആ കാര്യം പോലീസിനെ അറിയിക്കുന്നത്. ആ വാഗണാർ കാറിന്റെ രജിസ്റ്റേർഡ് ഉടമയെ കണ്ടെത്താൻ പോലീസിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. പോലീസ് ആ കാറുമായി കണക്ട് ചെയ്തുകൊണ്ട് സലീമിന്റെ വീട്ടിലേക്ക് ബന്ധപ്പെടുന്നത് അങ്ങനെയാണ്. സലീമിന്റെ ഭാര്യ ഷംസനത്ത് ബായിയാണ് പോലീസ് ബന്ധപ്പെട്ടത്. അവരുടെ വീട്ടിലെ നീല നിറത്തുള്ള വാഗൺ ആർ കാറ് കല്ലമ്പലത്ത് നിന്ന് ആറ്റിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് സ്കൂളിന് സമീപത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ അവർക്കതൊരു വല്ലാത്ത ഷോക്കായി മാറി. അവരുടെ ഭർത്താവ് ആ കാറിലാണ് തലേദിവസം രാവിലെ ഏകദേശം 10:30 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഇതാ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ കാറ് സ്കൂളിനടുത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അവർ ആ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. അവര് ഭർത്താവിനെ കാണാനില്ലെന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് മടങ്ങി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ വിവരം അറിയുന്നത്. എന്തായാലും ആ രണ്ട് സ്റ്റേഷനുകളും വിവരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. മാൻ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന പോലീസ് അങ്ങനെയാണ് ആ വാഗണാർ കാറിന്റെ അടുത്തെത്തുന്നത്. അവര് ആ കാറ് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങി. ആ കാറിൽ നിന്ന് പ്രത്യേകിച്ച് അവർക്കൊന്നും കിട്ടുന്നില്ല. അവർ ആ കാറുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ ഒരാള് പോലീസിനോട് ഒരു കാര്യം സൂചിപ്പിച്ചു. തലേദിവസം രാവിലെ ഏകദേശം ഒരു 10:30 മണിക്ക് ആ കാറ് അവിടെ കൊണ്ടിട്ട വ്യക്തി അത് പൂട്ടി പുറത്തിറങ്ങി അതുവഴി ആ സമയത്ത് അവിടെ എത്തിയ ഒരു അംബാസഡർ കാറിലേക്ക് കയറുന്നത് കണ്ടു എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. ആ അംബാസഡർ കാറ് ചാത്തന്നൂരിൽ നിന്ന് ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് ഓടിപ്പോയത്. നേരത്തെ അയിരൂർ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ഒരു വിഷയം ഇതുമായി കണക്റ്റഡ് ആണ്. ആറ്റിങ്ങൽ കഴിഞ്ഞ് മാമം കഴിഞ്ഞ് കോരാണിൽ നിന്ന് വലതു ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്താണ് സലീമിന്റെ ഫോണ് അവസാനമായി ഓൺ ആയിരുന്നത്. ഇപ്പോ ആ ദൃക്സാക്ഷി പറയുന്നു ഒരു അംബാസഡർ കാറിൽ അതേ സലീം തലേദിവസം രാവിലെ ഏകദേശം 10:30 മണിക്ക് അവിടെ നിന്ന് ആ ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയെന്നാണ്. ആറ്റിങ്ങൽ ഭാഗത്തേക്ക് ആ അംബാസഡർ കാറിൽ പോയ സലീം
ആറ്റിങ്ങ കഴിഞ്ഞ് മാമം കഴിഞ്ഞ് കോരാണിയിൽ വന്ന് വലത് ഭാഗത്തേക്ക് ആ അംബാസഡർ കാറിൽ തിരിഞ്ഞിട്ടുണ്ടാവും. ആ ധാരണ മനസ്സിലേക്ക് ഉറച്ചതും പോലീസ് സംഘം ആ ഫോണിന്റെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കളക്ട് ചെയ്തു തുടങ്ങി. സലീമിന്റെ മൊബൈൽ നമ്പർ അയാളുടെ വീട്ടിൽ നിന്ന് ചാത്തമ്പാറ എത്തിയത് വരെയുള്ള ടവറുകളും ചാത്തമ്പാറ ആ പാറക്കണം സ്കൂളിന്റെ അടുത്തുനിന്ന് ആറ്റിങ്ങിലേക്ക് പോകുന്ന വഴിക്കുള്ള ടവർ ലൊക്കേഷനുകളും പോലീസ് കളക്ട് ചെയ്തു. അവിടെ നിന്ന് മാമത്തേക്കും കോരാണിയിലേക്ക് എത്തിയപ്പോൾ കോരാണിയിൽ നിന്ന് വലത് ഭാഗത്തേക്ക് ആ മൊബൈൽ സിഗ്നലിൽ തിരിയുകയാണ്. ആ റോഡ് നേരെ പോകുന്നത് ചിറയൻകീഴ് വലിയകട ജംഗ്ഷനിലേക്കാണ്. ആ റോഡിലും മൊബൈൽ ടവറുകളുണ്ട്. ആ മൊബൈൽ ടവറുകളിൽ സലീമിന്റെ ഫോൺ നമ്പർ കാണുകയാണ്. പോലീസ് ഈ ടവറുകളിൽ നിന്നുള്ള ഡംപ് ഡേറ്റകൾ കളക്ട് ചെയ്തു തുടങ്ങി. ഒരുപാട് ടവറുകൾ ഈ പറഞ്ഞ ചാത്തമ്പാറയ്ക്കും ഈ പുകയിലത്തോപ്പിനും ഇടയിലുണ്ട്. ആ എല്ലാ ടവറുകളിൽ നിന്നുമുള്ള ഡംപ് ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത്. നാഷണൽ ഹൈവേ ആണല്ലോ, ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന സമയമാണ്. അതുപോലെ തന്നെ ഇരുഭാഗത്തുമായി ഒരുപാട് ഷോപ്പുകളും അതുപോലെ വീടുകളുമുണ്ട്. ഈ എല്ലാ ആളുകളുടെ കയ്യിലും മൊബൈൽ ഫോണുമുണ്ട്. ആ മൊബൈൽ ഫോണുകളെല്ലാം തന്നെ ഈ ടവറുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ മൊബൈൽ നമ്പറുകൾ മുഴുവൻ ഡേറ്റയായി പോലീസിന്റെ കൈവശം കിട്ടിയിരിക്കുകയാണ്. അതിൽ നിന്ന് സ്ഥിരമായി അവിടെയുള്ള നമ്പറുകളൊക്കെ ഒഴിവാക്കി ആ സമയത്ത് കടന്നു വന്നിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ മാത്രം അരിച്ചു പറക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പോലീസ് കടന്നു. അതിനിടയിൽ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഒരു ടീം ആ ശൈലിയുള്ള അന്വേഷണം നടത്തുമ്പോൾ മറ്റൊരു ടീം സലീമിന്റെ വീട്ടിലേക്ക് എത്തുകയും സലീമുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും ചെയ്തു. സലീമിന്റെ സഹോദരി സലീം 9-ാം തീയതി രാവിലെ 9:30 അവിടുന്ന് ആ നീല നിറത്തുള്ള വാഗൺ കാറുമായി പുറത്തേക്ക് പോയത് കണ്ട ആളാണ്. അവൾ പിന്നീട് ജ്യേഷ്ഠനെ കാണുന്നത് രാവിലെ ഏകദേശം ഒരു 10:15 മണിയോട് അടുപ്പിച്ചാണ്. ജ്യേഷ്ഠൻ പുറത്തേക്ക് പോയിട്ട് ആ കാറിൽ തിരിച്ച് വീട്ടിലെത്തിയതാണ്. 10:30 കൂടി അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. പോലീസിന് പിന്നീട് ഇൻഫർമേഷൻ കിട്ടിയത് ആ പെയിന്റ് കടയിൽ നിന്നാണ്. പെയിന്റ് കടക്കാരൻ ഏകദേശം 10 മണിയോട് അടുപ്പിച്ച് സലീം അവിടെ എത്തിയതും അവിടെ നിന്ന് തിരിച്ചു പോയതുമായ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. ഇതിനിടയിൽ ഒരു ആള് പോലീസിനോട് വേറൊരു കാര്യം പറഞ്ഞു. ഏകദേശം 10:00 കൂടി അയാള് സലീമിനെ വിളിച്ചിരുന്നു. സലീമിനെ അയാൾ വിളിച്ചപ്പോൾ സലീം അയാളോട് സുഹൃത്തിനെ കാണാനായിട്ട് പുകയിലത്തോപ്പിലേക്ക് പോവുകയാണെന്ന് സൂചിപ്പിച്ചിരുന്നു. അതേ പുകയിലത്തോപ്പിലാണ് സലീമിന്റെ ഫോണ് അവസാനമായി ഓൺ ആയിരുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് പുകയിലത്തോപ്പിൽ സലീമിന് ഉണ്ട്. അത് പോലീസിനോട് ഉറപ്പായി. ആരാണ് സുഹൃത്ത്? അതാണ് കാതലായ ചോദ്യം. പുകയിലത്തോപ്പിലുള്ള സലീമിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ തന്നെ പോലീസ് സലീമിന്റെ കോൾ ഡേറ്റ റെക്കോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കോൾ ഡേറ്റ റെക്കോർഡിൽ സലീമിന്റെ ഫോണിലേക്ക് വന്ന കോളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സലീം വിളിച്ച കോളുകളും ഉണ്ട്. അങ്ങനെ വിളിച്ച കോളുകളിലും വന്ന കോളുകളിലും കുറച്ച് നമ്പറുകൾ പോലീസ് നോട്ട് ചെയ്തു. അതിലെ നമ്പറുകൾ എടുത്ത പോലീസ് ആ നമ്പറുകൾ ആരുടെയൊക്കെയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അതിൽ ഒരു നമ്പർ ഒരു രാജീവിന്റെയാണ്. ആ രാജീവിന്റെ അഡ്രസ്സ് കൊല്ലം ജില്ലയിലെ എഴുകോണാണ്. എഴുകോണുള്ള രാജീവ് സലീമിനെ വിളിച്ചിട്ടുണ്ട്. ആരാണ് ഈ രാജീവ് എന്ന് പോലീസ് സലീമിന്റെ ഭാര്യയോട് ചോദിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരാളെ അറിയില്ല എന്ന ഉത്തരമാണ് അവർ നൽകിയത്. ആ ഒരു പേരൊഴിച്ച് ബാക്കി പേരുകളൊക്കെ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് അറിയാം. അപരിചിതനായ ഒരാള് സലീമിനെ വിളിച്ചിരിക്കുകയാണ്. ആ ഒരു ഇൻഫർമേഷൻ പോലീസ് എടുക്കുമ്പോഴേക്കും അവിടെ ഈ മൊബൈൽ ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട ഡം ഡേറ്റ അരിച്ചു പറക്കി വളരെ ചെറിയ നമ്പറിലേക്ക് എത്തിയിരുന്ന ആ സംഘം ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു. ചാത്തമ്പാറയിൽ നിന്ന് സലീമിന്റെ മൊബൈൽ സഞ്ചരിക്കുന്ന അതേ സമയത്ത് അനവധി മൊബൈൽ നമ്പറുകൾ ചാത്തമ്പാറ ഉണ്ടായിരുന്നു. ആ നമ്പറുകളും സലീമിനൊപ്പം ചലിക്കുന്നുണ്ട്. പലതും ആറ്റിങ്ങിൽ എത്തുന്നുണ്ട്, ചിലതൊക്കെ ആറ്റിങ്ങിൽ ഡ്രോപ്പായി. പിന്നെയും സലീം മുന്നോട്ട് പോകുന്നു, ചിലതൊക്കെ മാമത്തെത്തി, അവിടെ വെച്ച് ചിലതൊക്കെ ഡ്രോപ്പായി. അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് പോയപ്പോൾ ചില നമ്പറുകൾ കോരാണി എത്തി. അവിടെ നിന്ന് വലതു ഭാഗത്തേക്ക് സലീം തിരിഞ്ഞപ്പോൾ അതുവരെ സലീമിനൊപ്പം സഞ്ചരിച്ചിരുന്ന പല നമ്പറുകളും നേരെ പോവുകയാണ്, അതായത് കിഴക്കോട്ട് ഭാഗത്തേക്ക് പോവുകയാണ്. എന്നാൽ ഒരു നമ്പർ കോരാണിയിൽ നിന്ന് വലത്തേക്ക് അടുത്ത മൊബൈൽ ടവറിൽ സലീമിന്റെ നമ്പർ പെട്ടപ്പോൾ കൂടെ പെട്ടിരിക്കുകയാണ്. ആ നമ്പർ ആ ചിറയൻകീഴ് ഭാഗത്തേക്കുള്ള റോഡിലൂടെ സലീമിനൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. സലീമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സമയത്തും ആ നമ്പർ ആക്റ്റീവാണ്. ആ നമ്പർ നോട്ട് ചെയ്തപ്പോൾ പോലീസിനൊരു അതിശയം. നേരത്തെ അവരെ കളക്ട് ചെയ്ത രാജീവിന്റെ നമ്പറാണ് അവിടെ സലീമിന്റെ നമ്പർ ഒപ്പം കാണുന്നത്. രാജീവ് സലീമിന്റെ സുഹൃത്തായിരിക്കും. അയാളെ കണ്ടുകിട്ടിയാൽ ഉറപ്പായും സലീമുമായി ബന്ധപ്പെട്ട ബാക്കി വിവരങ്ങൾ അറിയാൻ പറ്റും. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഴുകോണിലെ ആ അഡ്രസ് അന്വേഷിച്ചെത്തി. എഴുകോണിൽ തൂവള്ളി എന്ന സ്ഥലത്തെ കൃഷ്ണകുമാർ എന്ന ആളിന്റെ മകനാണ് രാജീവ്. അഡ്രസ് വളരെ വ്യക്തമാണ്. ആ അഡ്രസ്സിലാണ് പോലീസ് അന്വേഷിച്ചെത്തിയത്. അവിടെ അന്വേഷിച്ചെത്തിയ പോലീസ് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്, അങ്ങനെ ഒരു കഥാപാത്രം അവിടെ ഇല്ല. അങ്ങനെ ഒരു കൃഷ്ണകുമാറും ഇല്ല, രാജീവുമില്ല. ഒരു ഫേക്ക് അഡ്രസ്സാണ്. ആ ഫേക്ക് ഐഡിയിൽ സാധാരണഗതിയിൽ ഒരു സിം കാർഡ് സമ്പാദിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്.
എന്തായാലും ഒരു ID കാർഡ് ഉണ്ടാക്കപ്പെട്ടിരിക്കണം. ID കാർഡ് ഇല്ലാതെ സിം കാർഡ് ഇഷ്യൂ ഉള്ള സാധ്യതയില്ല. 2011 സിം കാർഡുകൾക്ക് ID കാർഡ് നിർബന്ധമാക്കി വരുന്ന കാലഘട്ടമാണ്. എന്നാലും ആ ID കാർഡ് ഏത് ഷോപ്പിൽ നിന്നാണ് ഇഷ്യൂ ചെയ്തതെന്ന് കണ്ടെത്താൻ പോലീസിന് അധികം സമയമൊന്നും വേണ്ടിയൊന്നുമില്ല. അവരുടെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് അവര് ഒരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് കട മനസ്സിലായി. കല്ലമ്പലത്തുള്ള റോയൽ വാച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ആ കാർഡ് വിറ്റിരിക്കുന്നത്. പോലീസ് അവിടെ എത്തി ആ അഡ്രസ്സ് അവരെ കാണിച്ചിട്ട് ആ സിം അവരാണോ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അവരാണ് കൊടുത്തതെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. അവരെ പോലീസ് കൊടുത്ത ആ അഡ്രസ്സ് പരിശോധിക്കുമ്പോൾ ആ അഡ്രസ്സിനൊപ്പം അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോയും കൂടി അവരെടുത്തു. അവര് ഫോട്ടോ പോലീസിനെ കാണിച്ചു. അതൊരു കഷണ്ടി തലയിന്റെ ഫോട്ടോയാണ്. ആ ഫോട്ടോ കണ്ടപ്പോൾ പോലീസിനൊരു അതിശയം. പോലീസ് ഈ ആളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. കാണാതെ പോയ സലീമിനെ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് സലീമിന്റെ സുഹൃത്തുക്കളുടെ വിവരങ്ങൾ സലീമിന്റെ ഭാര്യയിൽ നിന്ന് പോലീസ് കളക്ട് ചെയ്തിരുന്നു. സലീമുമായി പണമിടപാടുള്ള ആളുകളുടെ വിവരങ്ങളും പോലീസ് കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ പോലീസ് കളക്ട് ചെയ്ത വിവരങ്ങളിൽ ഒരെണ്ണം ഒരു ഷെരീഫിൻ്റെതാണ്. ആ ഷെരീഫുമായി പോലീസ് സംസാരിച്ചിട്ടുണ്ട്. ആ ഷെരീഫിന്റെ ഫോട്ടോയാണ് ഇപ്പോ പോലീസ് ആ കല്ലമ്പലത്തെ ആ ഷോപ്പിൽ കാണുന്നത്. പക്ഷേ ഷോപ്പിലെ അഡ്രസ് ആണെങ്കിൽ കൊല്ലം എഴുകോടിലുള്ള ഒരു രാജീവിന്റെയാണ്. രാജീവും ഷെരീഫും വ്യത്യസ്തരായ രണ്ട് വ്യക്തികളാണ്. പക്ഷേ രാജീവിന്റെ ഫോട്ടോയ്ക്ക് പകരം ഷെരീഫിന്റെ ഫോട്ടോയാണ് ഇരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം ഏകദേശം ഈ ഭാഗത്ത് എത്തുമ്പോഴേക്കും സലീമിനെ കാണാതായിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ടും തന്റെ ഭർത്താവിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഷംസനത്ത് ഭായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി. ആ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ അവര് ആവശ്യപ്പെടുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. അവരുടെ ഭർത്താവിനെ കോടതിയിൽ ഹാജരാക്കാൻ ഷെരീഫിനോടും സുൽഫിക്കറിനോടും നിർദ്ദേശിക്കണമെന്നാണ് അവരുടെ ആവശ്യം. ഷെരീഫ് എന്ന് പറയുന്നത് സൗദിയിൽ സലീമിനൊപ്പം ഉണ്ടായിരുന്ന കക്ഷിയാണ്. സുൽഫിക്കർ ഷെരീഫിനൊപ്പം സൗദിയിലുള്ള ഒരു സനൂഫറിന്റെ സഹോദരനാണ്. ഈ കക്ഷികൾക്കൊക്കെയും സലീം പണം കടം കൊടുത്തിട്ടുണ്ട്. ആ കക്ഷികൾ അറിയാതെ സലീം എവിടെയും പോകില്ല. അതുകൊണ്ട് അവരോട് സലീമിനെ ഹാജരാക്കാൻ ആവശ്യപ്പെടണമെന്നാണ് ഷംസനത്ത് ബായിയുടെ ആവശ്യം. ഷംസനത്ത് ബായി പറയുന്ന കാര്യത്തിൽ ഒരു കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ട ഹൈക്കോടതി ഗവൺമെന്റിന് നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് അന്വേഷണം ആറ്റിങ്ങൽ ഡിവൈഎസ്പി കെ ബൈജുവിന് ഹാൻഡ് ഓവർ ചെയ്തു. ആ ഉത്തരവ് ഇറങ്ങുന്നത് 19-ാം തീയതിയാണ്. 20-ാം തീയതി തന്നെ ആ കേസ് അതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആ ഫയല് കെ ബൈജുവിന് ഹാൻഡ് ഓവർ ചെയ്തു. ബൈജു ആ ഫയലിലൂടെ കടന്നു പോവുകയാണ്. 9-ാം തീയതി രാവിലെ 10:30 മണിക്ക് വാഗണാർ കാറുമായി പോയ സലീം ചാത്തമ്പറയിലെ ആ സ്കൂളിന് സമീപം എത്തിയവരെയുള്ള കാര്യങ്ങൾ കൺഫേം ആണ്. അവിടെ നിന്ന് അംബാസഡർ കാറിൽ യാത്ര തുടങ്ങിയ സലീം ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുകയിലത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതിനുശേഷം കുറെ നേരം കൂടി അയാളുടെ ഫോണ് സ്വിച്ച് ഓൺ ആയിരുന്നു. ഏകദേശം ഉച്ചയോട് അടുപ്പിച്ച് അയാളുടെ ഫോണ് സ്വിച്ച് ഓഫ് പോവുകയായിരുന്നു. പുകയിലത്തോപ്പിൽ എത്തിയത് മുതൽ ആ ഫോണ് സ്വിച്ച് ഓഫ് ആയ ആ സമയം വരെ ആ ഫോണിനൊപ്പം ആക്റ്റീവ് ആയിരുന്ന രാജീവ് എന്ന വ്യക്തിയുടെ ഫോൺ നമ്പറും ഇപ്പോൾ കൃത്യമായും ബൈജു നോട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ആ രാജീവിന്റെ ഫോണിന്റെ ഡോക്യുമെന്റിനൊപ്പമുള്ള ഫോട്ടോ ഒരു ഷെരീഫിന്റെ ആണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത്രയും വിവരങ്ങൾ ഇപ്പോൾ ബൈജുവിന്റെ കൈവശമുണ്ട്. അവിടെ നിന്നാണ് ബൈജുവിനെ അന്വേഷണം ആരംഭിക്കേണ്ടത്. ബൈജു അവിടെ നിന്ന് തന്നെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു. 21-ാം തീയതി ബൈജു ഷെരീഫിനെയും അതുപോലെ സുൽഫിക്കറെയും അവിടെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അതിന്റെ കാരണം ഹൈക്കോടതിയിലെ ഓർഡറാണ്. സലിമിന്റെ ഭാര്യ ഷംസനത്ത് ബായി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ രണ്ട് കക്ഷികൾക്കും സലീമിനെ ഹാജരാക്കാനുള്ള നിർദ്ദേശം കൊടുക്കണമെന്നാണ്. അതുകൊണ്ടാണ് അവരെ രണ്ടുപേരെയും ബൈജു അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നത്. അവരോട് സംസാരിച്ച് വരുമ്പോൾ ബൈജു ഷെരീഫിനോട് ചോദിച്ചു, ഷെരീഫ്, ആരായി രാജീവ്? രാജീവോ? അതെ, ഒരു കൃഷ്ണകുമാറിന്റെ മകൻ രാജീവ് ഉണ്ടല്ലോ എഴുകോട് നിന്നുള്ള, അതാരാണ്? സർ, അതെനിക്കറിയില്ല. പക്ഷേ ഷെരീഫ്, ഞങ്ങൾക്ക് അതാരാണെന്നറിയാം. അയാള് ഒരു സിം വാങ്ങിച്ചപ്പോൾ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ ഷെരീഫിനെ കാണിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബൈജു ഒരു ഫോട്ടോ ഷെരീഫിനെ കാണിച്ചു. ആ ഫോട്ടോ കണ്ടതും ഷെരീഫിന്റെ മുഖം അങ്ങ് വിളറി. ആ വിളർച്ച എന്തായാലും അനവധി കഥകളുടെ ഒരു വലിയൊരു ഭണ്ഡാരം തന്നെ തുറന്നു എന്ന് പറയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ബൈജു RDOയ്ക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു. അദ്ദേഹത്തിന് ഒരു സ്ഥലം പരിശോധിക്കണം. വെറും പരിശോധനയല്ല, അവിടെ കുഴിച്ചു മുടപ്പെട്ട ഒരു ശവശരീരം തുറന്ന് പുറത്തെടുത്ത് പരിശോധിക്കാനുള്ള അനുവാദമാണ് വേണ്ടത്. RDO സ്വാഭാവികമായിട്ടും ആ കേസ് പരിഗണിക്കുമല്ലോ. ആ കേസ് പരിഗണിച്ചു. RDO ബൈജുവിന് അതിനുള്ള പെർമിഷൻ കൊടുത്തു.
ആ പെർമിഷൻ അടിസ്ഥാനത്തിൽ അനവധി ഉദ്യോഗസ്ഥർ പിറ്റേ ദിവസം അവിടെ പുകയിലത്തോപ്പിലുള്ള ഷമീന മനസ്സിലെത്തി. തഹസിൽദാരും കിഴുവലം പഞ്ചായത്ത് പ്രസിഡന്റും DSP K ബൈജുവും സർക്കിൾ ഇൻസ്പെക്ടർമാരും ചെറിയങ്കീഴ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അനവധി ആളുകളുണ്ട്. ഒരുപാട് മറ്റ് ഗവൺമെന്റ് തലത്തിലെ ഉദ്യോഗസ്ഥരുമുണ്ട്. അവര് അവിടെ എത്തിയിരിക്കുന്നത് ഷെരീഫ് നൽകിയ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ആ മൊഴി വളരെ പ്രമാദമായ ഒന്നായതുകൊണ്ട് തന്നെ ഫോറൻസിക് ടീമിനെ ബൈജു വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നിന്നാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. തഹസിൽദാരും മജിസ്ട്രേറ്റും ഫോറൻസിക് വിദഗ്ധരും മറ്റ് ആളുകളും ഒക്കെ ഉള്ള സമയത്ത് അവിടെ പരിശോധന ആരംഭിച്ചു. ആ പരിശോധന ആ വീടും പരിസരവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. ആ വീടിനടുത്തെത്തിയപ്പോൾ തന്നെ ഷെരീഫുമായി ബൈജു പോയത് ആ വീടിന്റെ പുറകു ഭാഗത്തേക്കാണ്. ആ വീടിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു വളക്കുഴിയുണ്ട്. ആ വളക്കുഴിയുടെ അടുത്തേക്കാണ് ബൈജു ഷെരീഫിനെ എത്തിക്കുന്നത്. അവിടെ എത്തിയതും ഷെരീഫിനോടായി ബൈജു ചോദിച്ചു, ഈ കുഴിയല്ലേ നീ പറഞ്ഞത്? അതെ, ഈ കുഴിയാണ്. ബൈജുവിനോട് ഷെരീഫ് ചൂണ്ടിക്കാണിച്ച ആ വളക്കുഴി ഐഡന്റിഫൈ ചെയ്ത മജിസ്ട്രേറ്റ് ആ കുഴി തുറന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. മജിസ്ട്രേറ്റും മറ്റ് അനവധി ഗവൺമെന്റ് ഓഫീഷ്യൽസും അവിടെ നിൽക്കുമ്പോൾ ആ കുഴിയുടെ പരിശോധന നടക്കുകയാണ്. അതൊരു വളക്കുഴിയാണ്. അതിന്റെ മുകൾ ഭാഗത്തുനിന്ന് ആ വളക്കുഴിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ മാറ്റി ഏകദേശം ഒരു 1.5 അടി താഴ്ചയിലേക്ക് എത്തിയപ്പോൾ അവിടെ കറുത്ത നിറത്തിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ കണ്ടു. ആ കവറുകൾ ഒന്നൊന്നായി പുറത്തേക്കെടുത്തു. ആകെ 16 കവറുകളാണ് ആ കുഴിയിൽ നിന്ന് പുറത്തേക്കെടുത്തത്. ആ കവറുകൾ ഇങ്ങനെ ഒന്നൊന്നായി പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും ഈ പുകയിലത്തൊപ്പിൽ ആളുകൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പലരും രംഗത്തെത്തിയിരിക്കുകയാണ്. അനവധി വാഹനങ്ങൾ അവിടെ ആ റോഡിലുണ്ട്. ആ കാഴ്ച സമീപത്തുള്ള എല്ലാ വീട്ടുകാരെയും അവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് അവർ കേൾക്കുന്നത്. ശരിക്കും എന്താണ് പോലീസ് അവിടെ തെരയുന്നതെന്ന് ചോദിച്ചാൽ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. അവരൊക്കെ ആകാംക്ഷയുടെ അങ്ങനെ കാത്തിരിക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് കവറുകൾ അഴിച്ചു നോക്കാനുള്ള ശ്രമത്തിലേക്ക് സംഘം കടക്കുകയാണ്. പ്ലാസ്റ്റിക് കവർ അഴിക്കുന്നതിന് മുന്നേ തന്നെ രൂക്ഷമായ ഗന്ധം അവിടെ അനുഭവപ്പെടുന്നുണ്ട്. സകലരും മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടാണെങ്കിലും ആ കവറുകൾ ഒന്നൊന്നായി അഴിക്കുകയാണ്. ആ കവറുകൾക്കകത്ത് വെട്ടി അരിയപ്പെട്ട മാംസമാണുള്ളത്. അത് എന്തിന്റെ മാംസമാണ് എന്ന ചോദ്യത്തിന് സ്വാഭാവികമായി ഒരു ഉത്തരം ഉണ്ടാവണമല്ലോ. ആ ഉത്തരം നേരത്തെ ഷെരീഫ് ബൈജുവിനോട് പറഞ്ഞതുകൊണ്ടാണ് ബൈജു ഷെരീഫുമായി അവിടെ എത്തിയിരിക്കുന്നത്. ആ മാംസം നേരത്തെ കാണാതെ പോയ സലീമിന്റെ ആണെന്നാണ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. സൗദിയിൽ ബിസിനസ് ഉള്ള സലീമിനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി 9 പ്ലാസ്റ്റിക് കവറുകൾ ആക്കിയിരിക്കുകയാണ്. ബാക്കിയുള്ള കവറുകളിൽ അയാളുമായി കണക്ട് ചെയ്ത ബാക്കി വസ്തുക്കളുണ്ട്. കൂടെ അയാളെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങളും. ആ വിവരം പെട്ടെന്ന് സ്പ്രെഡ് ആവുകയാണ്. അവിടെ ആ റോഡിലും ചുറ്റുവട്ടത്തൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ആ വിവരം അറിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. അവർക്ക് ഒരു പരിചയമില്ലാത്ത കക്ഷിയാണ് ഈ സലീം എന്ന് പറയുന്നത്. ഏതോ ഒരാളെ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷെരീഫ് കൊലപ്പെടുത്തി വളക്കുഴിയിൽ താഴ്ത്തിയിരിക്കുകയാണ്. എന്തിന്? ആ ചോദ്യം ആളുകൾ പരസ്പരം ചോദിക്കുകയാണ്. അവർക്ക് ഈ ഷെരീഫിനെ കുറിച്ചും വലിയ ധാരണയൊന്നുമില്ല. ഷെരീഫും ഭാര്യയും 2 പിള്ളേരും അയാളുടെ ഉമ്മയുമാണ് അവിടെ താമസിക്കുന്നത്. അവർ ആ വീട് വാടകയ്ക്ക് എടുത്തിട്ട് അധികം നാളുകളുമായിട്ടില്ല. നാട്ടുകാർക്ക് ആ ആളുകളുമായിട്ട് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ആയിട്ട് പോലുമില്ല. അതിന് മുന്നെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആരാണ് സലീം? എന്തിനാണ് ഈ ഷെരീഫ് അത് ചെയ്തത്? 100,000 ചോദ്യങ്ങൾ ആളുകൾ പരസ്പരം ചോദിക്കുമ്പോഴേക്കും അവിടെ എത്തിയ ആ ഫോറൻസിക് ടീം ആ പാക്കേജുകൾ പരിശോധിക്കുന്നതിനിടയിൽ പോലീസ് സലീമിന്റെ ബന്ധുക്കളെ ഏതാണ്ട് പൂർണ്ണമായും അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. സലീമിന്റെ ഭാര്യ അവിടെ എത്തിയപ്പോൾ ശരിക്കും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അവർ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയാണ് അവിടെ എത്തിയ നിമിഷത്തിൽ തകർന്നു വീഴുന്നത്. അവരുടെ ഭർത്താവിന്റെ ഷൂവും വാച്ചും ഡ്രസ്സും ഒക്കെ അവരും ഭർത്താവിന്റെ അനുജത്തെയും സഹോദരനും ഒക്കെ തിരിച്ചറിയുകയാണ്. വിവിധ കവറുകളിലാക്കി അതും ആ കുഴി തന്നെ ഇട്ടിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ചയോട് പൊരുത്തപ്പെടാനാകാതെ ആ കുടുംബം ഒന്നടങ്കം വിതുമ്പുമ്പോൾ അത് ശരിക്കും വല്ലാത്തൊരു സങ്കടകരമായ രംഗമായി മാറി. ഈ സമയത്ത് ഞാൻ സമീപത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയമാണ്. വിവരം ഞങ്ങളുടെ സ്കൂളിലൊക്കെ അറിഞ്ഞു. ഒരുപാട് ആളുകളാണ് ഈ കാഴ്ച കാണാനായി ആ ദിവസം അവിടേക്ക് വന്നത്. അന്നത്തെ ഞങ്ങളുടെ സ്കൂളിലെ ചർച്ചയിൽ ഈ വിഷയവും കടന്നു വന്നിരുന്നു. എന്തായാലും ആ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഞെട്ടലും എന്താ പറയാ സങ്കടവും ഉണ്ടാക്കിയ ആ രംഗം അവിടെ അങ്ങനെ അരങ്ങേറുമ്പോൾ ഫോറൻസിക് ടീം വിവിധ ശൈലിയുള്ള പരിശോധനകൾ നടത്തുകയാണ്. ആ വീടിനകത്തെ ഒരു ബാത്റൂമാണ് ഇപ്പോൾ അവർ പരിശോധിക്കുന്നത്. ആ ബാത്റൂമിന്റെ കിഴക്ക് ഭാഗത്തെയും പടിഞ്ഞാറ് ഭാഗത്തെയും ചുവരുകളിൽ വിശദമായ പരിശോധന നടത്തിയ ആ ലാബിലെ ഉദ്യോഗസ്ഥർ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരയുടെയും മാംസത്തിന്റെയും അംശം അവിടെ നിന്ന് കളക്ട് ചെയ്തു. ആ ചുവരും തറയും ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഈ ടൈലുകൾക്കിടയിലുള്ള ചെറിയ ഗ്രൂവുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന രക്തം
അങ്ങനെ അങ്ങ് പോയിട്ടില്ല. അതുപോലെ തന്നെ ആ ബാത്റൂമിലെ ഈ ടാപ്പിന്റെ പുറത്തും സൈഡിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തവും മാംസവും ഒക്കെ അതൊക്കെ വളരെ ചെറിയ അളവിലേ ഉള്ളെങ്കിലും അതും അവർ കളക്ട് ചെയ്തു. ആ ബാത്റൂമിനകത്ത് തറ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ട്. ആ ബ്രഷും ശരിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിനകത്തും ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാംസകഷ്ണങ്ങളും രക്തവുമുണ്ട്. അതുപോലെ ഡോറിന്റെ സൈഡിലും വിജാപുരിയിലും ഒക്കെ ഇത് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതിനകത്തിട്ടാണ് സലീമിനെ കഷ്ണം കഷ്ണമാക്കി വെട്ടി അരിഞ്ഞത്. അതിന്റെ ഫലമായി തെറിച്ച ചോരയും മാംസവും ഒക്കെയാണ് ആ ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. സലീമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡേറ്റ അവിടെ നിന്ന് ഈ ഉദ്യോഗസ്ഥർ കളക്ട് ചെയ്യുമ്പോൾ പുറത്ത് എൻക്വസ്റ്റ് നടപടികൾ സ്റ്റാർട്ട് ചെയ്യാണ്. സാധാരണ ഒരാള് മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡിയുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നതിന് ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇറച്ചി കഷ്ണങ്ങളാണ് ഇരിക്കുന്നത്. അത് സലീം എന്ന വ്യക്തിയുടെ ആണെന്ന് പറയാനുള്ള കാരണം അതിനോട് അനുബന്ധിച്ചുള്ള കവറുകളിൽ കാണപ്പെടുന്ന ആ വസ്ത്രവും ചെരുപ്പും കണ്ണടയും മറ്റുമൊക്കെയാണ്. അതൊക്കെ സലീമുമായി കണക്റ്റഡ് ആണ്. അതല്ലാതെ ആ മാംസകഷ്ണങ്ങൾ സലീമിന്റെ ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ആ മാംസകഷ്ണങ്ങൾ ഇരിക്കുന്നത്. എന്നിട്ടും എൻക്വസ്റ്റ് നടപടികൾ സമഗ്രമായി നടന്നു. പോസ്റ്റ്മോർട്ടം നടപടികളും നടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും എൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആ ബോഡി പാർട്സുകൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ശരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ആ ബോഡിയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ഭാഗത്തെ കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ പത്രങ്ങളിലൂടെ നമ്മൾ ആ വിവരം അറിയുകയാണ്. ശരിക്കും എന്താണ് സംഭവിച്ചെന്നുള്ള പോലീസിന്റെ ഭാഷ്യം പത്രങ്ങളിലൂടെ ജനം മുഴുവൻ അറിഞ്ഞു. സലീമും ഷെരീഫും അതുപോലെ ഒരു സനൂഫറും സൗദിയിൽ ഒരുമിച്ച് താമസിക്കുന്ന കക്ഷികളാണ്. സലീം ഒരു പണമിടപാട് ബിസിനസ് സജീവമായി റൺ ചെയ്യുന്ന ആളാണ്. അയാള് ഒരുപാട് ആളുകൾക്ക് പണം കടം കൊടുക്കാറുണ്ട്. കടം കൊടുക്കുന്ന പണം ഡെയിലി ഇത്ര റിയാൽ എന്ന് വെച്ച് തിരിച്ച് കൊടുക്കണം. 1000 റിയാൽ കൊടുത്താൽ ഇത്ര റിയാൽ വെച്ച് ദിവസം കൊടുക്കുമ്പോൾ ഇത്ര ദിവസം കൊണ്ട് അടച്ചു തീരും. 1, 2, 3, 4, 5 ദിവസത്തെ പണം അധികം വാങ്ങിക്കും. അതാണ് സലീമിന്റെ ലാഭം എന്ന് പറയുന്നത്. വളരെ ചെറിയ തുകയിൽ തുടങ്ങിയ ആ ബിസിനസ് ഇപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് വന്നപ്പോൾ അതൊരു നല്ലൊരു മണി ബിസിനസ്സായി മാറി. നമ്മുടെ നാട്ടിലെ ബ്ലേഡുകാരുടെ അതേ ശൈലിയിൽ സലീം സൗദിയിൽ ഒരു അടിപൊളി ബ്ലേഡ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. സലീമിന് വേണ്ടി പണം പിരിച്ചെടുക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളാണ് ഷെരീഫും അതുപോലെ സനൂഫറും. അവര് രണ്ടുപേരും സലീമിന്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുള്ള ആളുകൾ കൂടിയാണ്. എന്നാൽ അവർ വഴി സലീമിന് കുറേയേറെ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ടുമുണ്ട്. ആ കസ്റ്റമേഴ്സ് കുറെ പേരുണ്ട്. അതിൽ ഒരു കസ്റ്റമർ കൊടുങ്ങല്ലൂരുള്ളതാണ്. അതൊരു ആരിഫാണ്. ആരിഫിന് സലീം കടം കൊടുത്ത സംഖ്യ സമയത്ത് ആരിഫിന് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നതും ആരിഫ് ഒരു നിർദ്ദേശം വെച്ചു. ആരിഫിന് കൊടുങ്ങല്ലൂരിൽ കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലം സലീം എടുത്തിട്ട് ബാക്കി പണം ആരിഫിന് മടക്കി കൊടുത്താൽ മതി എന്നുള്ള ഒരു കണ്ടീഷനാണ് ആരിഫ് വെച്ചത്. പലപ്പോഴും പണം കടം വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ശൈലിയിൽ പണം മടക്കി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ സ്ഥലം വിറ്റേക്ക് നമ്മൾ കാശ് കൊടുക്കാറില്ലേ, അതേ ശൈലിയിൽ. പക്ഷേ കൊടുങ്ങല്ലൂർ പോയി സ്ഥലം വാങ്ങിക്കാൻ സലീമിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സലീമിന് ഈ കൊടുങ്ങല്ലൂരുകാരനായ ആരിഫിനെ കണക്ട് ചെയ്ത് കൊടുത്തത് സനൂഫറാണ്. അതുകൊണ്ട് തന്നെ സനൂഫറോടായി സലീം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ആ സ്ഥലം അവൻ്റെ നിന്ന് എഴുതി വാങ്ങിച്ചിട്ട് നീ തന്നെ അത് വിറ്റ് സെറ്റിൽ ചെയ്തിട്ട് എനിക്ക് തരാനുള്ള പണം ഇതാ. അങ്ങനെ പറഞ്ഞ സലീം ആ സ്ഥലം വാങ്ങാനുള്ള ബാക്കി പണത്തിന്റെ ഒരു ഭാഗം സനൂഫർക്ക് കൊടുക്കുകയും ചെയ്തു. അതൊരു 18 ലക്ഷം രൂപയാണ്. സലീമിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ സനൂഫർ അതേപോലെ വേറൊരു കക്ഷിയുടെ കയ്യിൽ നിന്നും കൂടി പണം വാങ്ങിയിട്ട് അത് ആരിഫിന് കൊടുത്ത് ആരിഫിന്റെ ആ സ്ഥലം വാങ്ങിച്ച് പിന്നീട് എന്തോ കച്ചവടമൊക്കെ ചെയ്ത ഒരു പരിപാടി നടക്കുകയാണ്. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് തിരിച്ചു വരുന്നത്. ആ ഹ്യൂജ് എമൗണ്ട് തിരിച്ചു വരുമ്പോൾ അത് സലീമിന് കൊടുക്കണമല്ലോ എന്ന ആലോചന പോലും സനൂഫർക്ക് ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതുപോലൊരു അവസ്ഥയിലൂടെയാണ് ഷെരീഫും കടന്നു പോകുന്നത്. ഈ സലീമിന്റെ കയ്യിൽ നിന്ന് ഷെരീഫ് വാങ്ങിച്ച പണവും തിരിച്ചു കൊടുക്കാനുള്ള കാലാവധി ആയിരിക്കുകയാണ്. ആ പണം വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഷെരീഫിനില്ല. ആ പണം തിരിച്ചു കൊടുക്കാതിരിക്കാൻ എന്താണ് മാർഗം? അതിനെക്കുറിച്ച് ഷെരീഫ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സനൂഫർക്കും അത്തരം ഒരു ആവശ്യം ഉണ്ടാകുന്നത്. അവർ രണ്ടുപേരും കൂടി ഒരു പദ്ധതി പ്ലാൻ ചെയ്തു. ആ പദ്ധതി അവർക്ക് നടപ്പിലാക്കണമെങ്കിൽ ഈ സലീം സൗദിയിൽ നിന്ന് നാട്ടിലെത്തണം. സൗദി വെച്ച് ഈ സലീമിനെ തട്ടിയാൽ പിന്നെ രണ്ടുപേരുടെ തല അത് ഇരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല. അത് അവന്മാർക്കറിയാം. അതുകൊണ്ട് നാട്ടിലെത്തിയതിനു ശേഷം സലീമിനെ തട്ടാം. അങ്ങനെ ഒരു ധാരണ അവരുണ്ടാക്കി അവർ രണ്ടും കൂടി നേരെ നാട്ടിലെത്തി. നാട്ടിലെത്തിയപ്പോൾ സലീമിനെ കൊടുക്കാൻ എന്താണ് മാർഗം എന്നതിനെ കുറിച്ചുള്ള ആലോചനയ്ക്ക് ഷെരീഫ് കടന്നു. ഇതേ സമയത്ത് സനൂഫർ ഈ ആരിഫുമായി ബന്ധപ്പെട്ട ബാക്കി സ്ഥല ഇടപാടും കാര്യങ്ങളും ഒക്കെ നടത്തി അങ്ങനെ ആ ആക്ടിവിറ്റിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഷെരീഫ് സലീമിനെ കൊടുക്കാനുള്ള പദ്ധതി ശരിക്കും പ്ലാൻ ചെയ്യുന്നത്. സലീമിന്റെ ഒരു സ്വഭാവം സൗദി വെച്ച്
ഷെരീഫ് മനസ്സിലാക്കിയിട്ടുണ്ട്. സലീമിന് പെണ്ണുങ്ങളോട് ഒരു താല്പര്യമുണ്ട്. നല്ല പെൺപിള്ളരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സലീം അവിടേക്ക് വരും. സൗദി വെച്ച് ഷെരീഫ് ആ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പെണ്ണ് എന്ന കെണിയിലൂടെ സലീമിനെ കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഷെരീഫ് ഉണ്ടാക്കിയത്. അതിനുവേണ്ടി ഷെരീഫ് വളരെ വിദഗ്ധമായ ഒരു പ്ലാനാണ് ഉണ്ടാക്കുന്നത്. സലീം ജീവിച്ചിരുന്നാൽ ഷെരീഫ് എന്തായാലും സലീമിന് പണം കൊടുക്കേണ്ടി വരും. ആ പരിപാടി ഒഴിവാക്കാൻ വേണ്ടി സലീമിനെ അവസാനിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. സലീമിനെ അവസാനിപ്പിക്കാനായി സലീമിനെ ഒരു സ്ഥലത്ത് എത്തിക്കണമല്ലോ. എത്തിക്കാനായിട്ടാണ് ആ പെണ്ണ് എന്ന കഥ അവിടെ ഉണ്ടാകുന്നത്. നല്ല ശരിക്കും പണമൊക്കെ കൈ വരുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള എന്റർടൈൻമെന്റ് ആക്ടിവിറ്റികളിൽ ചെന്നുപെടാൻ ആഗ്രഹിക്കുന്ന പണക്കാർക്ക് പറ്റുന്ന അതേ അബദ്ധം സലീമിനും ഇവിടെ പറ്റാൻ പോവുകയാണ്. അത് ഷെരീഫിന് അറിയാം. ഷെരീഫ് അതിനുവേണ്ടി ചിറയൻകീഴ് വലിയകട ജംഗ്ഷനിലെ അമൃത മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു 5 ഉറക്കഗുളി വാങ്ങിച്ചു. അതിനുശേഷം അയാൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആറ്റിങ്ങിലുള്ള ഒരു കടയിൽ നിന്ന് കുറച്ച് ഉറക്കഗുളി വാങ്ങിച്ചു. ഈ ഉറക്കഗുളികൾ വാങ്ങുന്നതിന് മുന്നോടിയായി അയാൾ ഒരു ഡോക്ടറെ പോയി കണ്ട് അയാൾക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ലെന്നും ഒരുപാട് ടെൻഷൻ ഉണ്ടെന്നും പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തിരുന്നു. ആ പ്രിസ്ക്രിപ്ഷൻ ഉറക്കഗുളിയുടെ പ്രിസ്ക്രിപ്ഷനാണ്. ആ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചിട്ടാണ് ഇയാൾ ഈ അമൃത മെഡിക്കൽ ഷോപ്പിൽ നിന്നും അതുപോലെ ആറ്റിങ്ങിലുള്ള മറ്റൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഈ ഗുളിക വാങ്ങുന്നത്. അയാളിത് 2 കടയിൽ നിർത്തിയില്ല. അനവധി കടകളിൽ നിന്ന് ഈ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ അവസാനത്തെ ആഴ്ചയിലാണ്. ജൂൺ അവസാനത്തെ ആഴ്ചയിലും ജൂലൈയുടെ തുടക്കത്തിലുമായി 5-6 കടകളിൽ നിന്നായി 50-ലധികം വ്യത്യസ്ത കമ്പനികളുടെ ഉറക്കഗുളികളാണ് ഷെരീഫ് വാങ്ങിയത്. ശരിക്കും ആ ഉറക്കഗുളികളൊക്കെ വാങ്ങിച്ച ഷെരീഫ് ആ ഉറക്കഗുളികൾ പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചു. എന്നിട്ട് ആ വെള്ളത്തെ ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ഈ ട്രേയിലേക്ക് വെച്ചു. ആ ട്രേയിൽ വെള്ളം ഒഴിച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രേക്കകത്തുള്ള വെള്ളം തണുത്ത് ഐസ് ക്യൂബ് ആവുമല്ലോ. പക്ഷെ ആ ഐസ് ക്യൂബ് എന്ന് പറയുന്നത് ഉറക്കഗുളിയ ലയിപ്പിച്ച് ചേർത്തിരിക്കുന്ന അടിപൊളി ക്യൂബുകളാണ്. അങ്ങനെയുള്ള ക്യൂബ് നിരത്തി ഉണ്ടാക്കി വെച്ചു. അയക്കറിയാം മദ്യപിക്കാൻ താല്പര്യമുള്ള കക്ഷിയാണ് സലീം എന്ന്. മദ്യവും പെണ്ണും ഇന്ന സ്ഥലത്തുണ്ടെന്ന് കേട്ടാൽ സലീം അവിടേക്ക് വരും. ആര് വിളിച്ചാലും ചെല്ലുമെന്നല്ല, ഷെരീഫ് വിളിച്ചാൽ ചെല്ലും. ഷെരീഫുമായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധം സലീമിനുണ്ട്. അങ്ങനെയാണ് ഈ സംഭവ ദിവസം 9-ാം തീയതി രാവിലെ ഏകദേശം 10 മണിയോടുകൂടി കല്ലമ്പലത്തിനും ആറ്റിങ്ങിനും ഇടയിലുള്ള ആ ചാത്തമ്പാറ പാറക്കുളം LP സ്കൂളിന്റെ നടയിൽ അവരുടെ മതിലിനോട് ചേർന്ന് ആ നീല വാഗൻ 6 കാറ് ഒതുക്കിയിട്ടിട്ട് അതുവഴി വന്ന അംബാസഡർ കാറിലേക്ക് സലീം കയറുന്നത്. ആ അംബാസഡർ കാറിനകത്ത് ഷെരീഫുണ്ട്. ഷെരീഫും ഈ പറഞ്ഞ സലീമും തമാശകളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നേരെ കോരാണി വഴി പുകലത്തോപ്പിലെത്തി. പുകലത്തോപ്പി എത്തിയപ്പോൾ തന്നെ മദ്യപാന സദസ്സ് ആരംഭിച്ചു. രണ്ടുപേരും ശരിക്കും അടിപൊളി സുഹൃത്തുക്കളാണ്. സൗദിയിൽ ഒരുമിച്ച് ഒരേ മുറിയിൽ കഴിയുന്ന ആളുകളാണ്. പിന്നെ സലീമിന്റെ പണമിടപാടിന്റെ ഒരു നെടും തൂണാണ് ഷെരീഫ്. അതുകൊണ്ട് തന്നെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മദ്യത്തിലിടാനായി ഐസ് ക്യൂബുകൾ കൊണ്ടുവച്ചപ്പോൾ ഒരു തരത്തിലുള്ള സംശയവും സലീമിനുണ്ടായില്ല. ആ ഐസ് ക്യൂബുകൾ മദ്യ ഗ്ലാസിലേക്ക് വീണു. അത് ലയിച്ചു ചേരുന്നു. സലീം കുടിക്കുന്നു. അല്പസമയം കഴിഞ്ഞതും സലീം പൂർണ്ണമായും ബോധരഹിതനായി. ആ സലീമിനെ കഷ്ണങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ അത് എങ്ങനെ വേണമെന്ന് നേരത്തെ കൂട്ടി ഷെരീഫ് തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി ഒരു കത്തിയും നല്ലൊരു വെട്ടുകത്തി അത് അയാൾക്ക് പരിചയമുള്ള ഒരു കൊല്ലനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചെന്ന് വെച്ചിരുന്നു. അയാളുടെ പ്രിയ സുഹൃത്തിനെയല്ലേ കൊല്ലുന്നത്. അപ്പോൾ വെറുതെ കടയിൽ നിന്ന് വാങ്ങുന്ന കത്തി ആകരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട്. അയാൾ നല്ല കത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചത് അതിനുവേണ്ടിയാണ്. ആ കത്തി ഉപയോഗിച്ച് അയാൾ സലീമിനെ കഷ്ണമാക്കി അരിയാൻ വേണ്ടി സലീമിനെ വലിച്ച് കൊണ്ടുപോയത് ആ ബാത്റൂമിലേക്കാണ്. അവിടെയിട്ട് സലീമിനെ അയാൾ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അയാൾ നേരത്തെ വാങ്ങി വെച്ചിരുന്ന ആ കറുത്ത പ്ലാസ്റ്റിക് കവറിലേക്ക് ആ മാംസ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഓരോന്നായി കെട്ടി. ഇതിനിടയിൽ സലീമിന്റെ ഡ്രസ്സ്, വാച്ചും മറ്റ് സംവിധാനങ്ങളൊക്കെ അയാൾ അഴിച്ചു മാറ്റിയിരുന്നു. അതെല്ലാം വിവിധ കവറുകളിലിട്ട് അതൊക്കെ കെട്ടി. ആയുധങ്ങളൊക്കെ അതുപോലെ കവറുകളിലിട്ടു. എന്താണ് ഇനി വേണ്ടത് എന്നതിനെ കുറിച്ച് അയാൾക്ക് നന്നായിട്ട് അറിയാം. അയാളൊരു പണിക്കാരനെ വിളിച്ചിരുന്നു. ആ പണിക്കാരനോട് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു, അതിൽ നിന്ന് കുറച്ച് കോരി മാറ്റി വളക്കുഴിയിലിട്ട് ആ വളക്കുഴി മൂടാൻ പോവുകയാണെന്ന് ജോലിക്കാരനോട് പറഞ്ഞപ്പോൾ ജോലിക്കാരൻ ആ വളക്കുഴി നന്നായിട്ടൊന്ന് കുഴിച്ചു കൊടുത്തു. നല്ല താഴ്ചയുള്ളൊരു കുഴി. ആ ജോലിക്കാരൻ പോയി കഴിഞ്ഞതും സലീം ആ കവറുകളൊക്കെ അതിനകത്തിട്ട് മണ്ണിട്ട് മൂടി ശരിക്കും ഉറപ്പാക്കി. ഈ സംഭവം നടക്കുന്നത് 9-ാം തീയതി ഉച്ചയോട് അടുപ്പിച്ചാണ്. അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ സലീമിന്റെ മിസ്സിംഗ് കേസിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ പോലീസിന് ആവശ്യമായ വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഷെരീഫ് കൂടെ ഉണ്ടായിരുന്നു. ഒരു തരത്തിലും പോലീസിന് ഷെരീഫിലേക്ക് സംശയം വരാതിരിക്കുമ്പോഴാണ് 19-ാം തീയതി അതേ ഷെരീഫിന്റെ മുകളിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് സലീമിന്റെ ഭാര്യ ഹേബിയസ് കോർപ്പസ് ഹർജി അവിടെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ സലീമിന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഷെരീഫ് തീരെ കരുതിയിരുന്നില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാലും താൻ പിടിക്കപ്പെടില്ല എന്ന് ഷെരീഫിന് 100% ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് പറ്റിയ ഒരേ ഒരു പിഴവ്, ആ പിഴവ്
കല്ലമ്പലത്തുനിന്ന് അയാൾ സിം കാർഡ് എടുത്തപ്പോൾ ഫോട്ടോയായി അയാളുടെ ഫോട്ടോ കൊടുത്തെടുത്താണ്. ആ ഫോട്ടോ അയാളെ കൊടുക്കുക തന്നെ ചെയ്തു. കേസ് സ്വാഭാവികമായിട്ടും അതീവ ഭംഗിയായിട്ട് തന്നെ സെഷൻസ് കോർട്ടിൽ വിചാരണയ്ക്കെത്തി. കേസിലെ കുറ്റപത്രം വായിച്ചു കേട്ടതും ഷെരീഫിന്റെ കൂട്ടാളിയായി ഉണ്ട് എന്ന് പോലീസ് പറഞ്ഞ സനോഫറും ഈ കേസിൽ തങ്ങൾക്ക് ബന്ധമില്ല എന്ന് കോടതിയിൽ വാദിച്ചു. അങ്ങനെയാണ് വിചാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിചാരണയ്ക്ക് ശേഷം കോടതി വിധി പ്രഖ്യാപിക്കുകയാണ്. സനോഫറിന് ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപയുടെ പിഴയുമാണ് കോടതി വിധിച്ചത്. ഒന്നാം പ്രതിയായ ഷെരീഫിന് കോടതി വിധിച്ചത് വധശിക്ഷയാണ്. പ്രതികൾ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ അപ്പീലുമായി എത്തി. ആ അപ്പീൽ രണ്ടാം പ്രതിക്ക് വേണ്ടി ഹാജരായത് രാമപിള്ള വക്കീലാണ്. ഒന്നാം പ്രതിക്ക് വേണ്ടി മറ്റൊരാൾ. ഹൈക്കോടതിയിലെ പ്രഗത്ഭരായ ഗവൺമെന്റ് വക്കീലന്മാരാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. രണ്ട് ഭാഗവും അവരുടെ വാദമുഖങ്ങൾ കൃത്യമായി നിരത്തിയെങ്കിലും സനോഫർക്ക് ഈ കേസുമായുള്ള ബന്ധം വ്യക്തമായി പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന നിഗമനത്തിലേക്കാണ് ഹൈക്കോടതി എത്തിയത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്ന സമയത്ത് ആ ക്രൈം സീനിലോ ആ ക്രൈം നടന്ന ലൊക്കാലിറ്റിയിലോ സനോഫർ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന കാരണം വ്യക്തമാക്കിയ ഹൈക്കോടതി സനോഫറിന്റെ ആ ജീവപര്യന്ത തടവ് ശിക്ഷ പൂർണ്ണമായി ഇല്ലാതാക്കുകയും സനോഫറിനെ നിരുപാധികം വിടുകയും ചെയ്തു. അതേസമയത്ത് അപൂർവമായ ഒരു കൊലയാണ് നടന്നിരിക്കുന്നതെന്ന് സെഷൻസ് പറഞ്ഞ അതേ കൊലപാതകം അപൂർവമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ജീവപര്യന്തമാക്കി മാറ്റുകയും ചെയ്തു. ഈ കൃത്യം ഷെരീഫ് ചെയ്തു എന്നുള്ളത് നിസ്സംശയം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്ലാൻഡ് മർഡറുമാണ്. എന്നാലും അപൂർവമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന ആ ഒരൊറ്റ കാരണത്താലാണ് ഹൈക്കോടതി അയാളുടെ വധശിക്ഷയെ ഒന്ന് കുറയ്ക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് സ്വാഭാവികമായിട്ടും സർക്കാർ അപ്പീലുമായി നീങ്ങിയിട്ടുണ്ട്. നോക്കുക, ഒരു പണ ഇടപാട് പരിപാടിയാണ് ഒരു ഭാഗത്ത് നടന്നത്. ആ പണ ഇടപാട് പരിപാടി നടത്തുന്ന ആളുകൾക്ക് പണം കൊടുത്ത ആളിന്റെ ബലഹീനത അറിയാം എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. സലീമിന്റെ ബലഹീനത വളരെ വ്യക്തമായി അറിയാവുന്ന ഷെരീഫ് അത് മുതലാക്കി സലീമിനെ അവസാനിപ്പിക്കുകയായിരുന്നു. സൗഹൃദങ്ങളും ബിസിനസ്സും ഒക്കെ കൂട്ടിക്കുഴയ്ക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സൂത്രവാക്യം ഈ കഥയ്ക്കുള്ളിലുണ്ട്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.